അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റിസ്വാന വക്കീൽ ആ കാഴ്ച കണ്ട് ഞെട്ടി. റബ്ബേ, അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം ഉടലെടുത്തു. ഒരു നിമിഷം അവളുടെ മിഴികൾ നിറഞ്ഞു. എന്നാൽ അത് അവൾ കണ്ട കാഴ്ച അത് മറ്റാരുമായിരുന്നില്ല. അതെ, അവിടെ തൻ്റെ സഫീർ തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന ആ ഒരു മനോഹരമായ കാഴ്ചയാണ് അവൾ കണ്ടത്. ഒരു നിമിഷം അവൾക്ക് എന്ത് പറയണമെന്നായിപ്പോയി. ഉപ്പ, നേരെ അതാ ഉപ്പയെ വിളിച്ചു. മോളെ. എന്നാൽ പെട്ടെന്ന് ഉപ്പാക്ക് മനസ്സിലായി, മോളെ അവിടെ സഫീർ ഉണ്ടല്ലേ, മോളെ അത് വിട്ടേക്ക്, ഇനി അവനെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഉപ്പ, മോളെ ഇൻഷാ അല്ലാ നമുക്ക് വിവാഹത്തിൽ പങ്കെടുക്കാം, വരാട്ടോ. എന്നാൽ അപ്പോൾ തന്നെ സഫീർ ഉപ്പയുടെ അരികിലേക്ക് എത്തി. ഉപ്പ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോനെ, എന്തൊക്കെയായി കാര്യങ്ങളൊക്കെ വീട്ടിലെ? ഉപ്പ, എന്ത് ചെയ്യാൻ, ഒന്നും ആയിട്ടില്ല, അതുപോലൊക്കെ തന്നെ. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. മോനെ, സന്തോഷമായിരിക്കുമോ? നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്ന എനിക്ക് കണ്ടാൽ മതി. എന്നാൽ ഒരു നിമിഷം ഉപ്പയെ ദയനീയമായി അവൻ നോക്കി. അത് എങ്ങനെ സന്തോഷിക്കും എന്നുള്ള രീതിയിലായിരിക്കും അവൻ നോക്കിയത്. എന്നാൽ റിസ്വാന വക്കീലിനും സഫീറിനെ കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. എന്നാൽ ആ നിമിഷം തന്നെ സഫീർ പറഞ്ഞു, മോളെ, മാപ്പ്, എനിക്ക് മാപ്പ് തരണം. ഞാൻ ആഗ്രഹിച്ച പോലെയൊന്നും ജീവിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് നീ മാപ്പ് തരണം. സഫീർ, സാരല്ല, അള്ളാഹു അടുപ്പിക്കാൻ വിചാരിച്ചു വരില്ലേ, അടുക്കുള്ളൂ, സാരല്ല. എന്തായാലും നല്ലൊരാളെ കണ്ടുമുട്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങളുടെ ജീവിതം നല്ലതാവട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത സങ്കടം. എന്നാൽ ഈ സമയം അതാ നമ്മുടെ ഹാദിയ. അതെ, അവൾ വീൽ ചെയറിൽ തന്നെയാണ് ഇരിക്കുന്നത്. വിവാഹത്തിന് വേണ്ടിയുള്ള തിരക്കുകളെ കാര്യങ്ങൾ എല്ലാം എത്തിത്തുടങ്ങുന്നു. നമ്മുടെ സഫീർ അതെ സജീവമായിട്ട് നമ്മുടെ ആഷി ഉസ്താദിൻ്റെ കൂടെയുണ്ട്. ആഷി ഉസ്താദും അതുപോലെ നമ്മുടെ ഹബീബ് ഉസ്താദും കോളേജിലെ എല്ലാ ഉസ്താദുമാരും ശരിക്കും ആഷി ഉസ്താദിൻ്റെ നിക്കാഹ് മംഗളമാക്കുവാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവർക്കും വളരെയധികം ഹാപ്പിയാണ്. അങ്ങനെ നാളെയാണ് ആ നിക്കാഹിൻ്റെ ദിവസം. എല്ലാവരും അതിനുള്ള സന്തോഷത്തിലാണ്. മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത വിഷമവും വേദനയുമുണ്ട് നമ്മുടെ സഫീറിനെ, അത് നമ്മുടെ റിസ്വാന വക്കീലിനും. പക്ഷേ ആഷിയുടെയും ഹാദിയുടെയും കല്യാണം കഴിയുന്നതിലും അവർക്ക് വല്ലാത്ത സന്തോഷവുമുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിച്ചതും അതുതന്നെയായിരുന്നു, അവരുടെ നിക്കാഹ് വേഗം കഴിയണം എന്നുള്ളത്. പാവം ഹാദിയ, ജീവിതത്തിൽ അത്യധികം കഷ്ടപ്പെട്ട പെൺകുട്ടി, ഭർത്താവിൻ്റെ പീഡനം സഹിച്ചവൾ. എന്നാൽ അവളെ ഏറ്റെടുക്കുവാൻ വേണ്ടി സോലിഹായ ഭർത്താവ് മുന്നോട്ട് വരുന്നു എന്നുള്ള സന്തോഷവും ഉണ്ടായിരുന്നു അവർക്ക്. കാരണം അവരുടെ ദുഃഖങ്ങളും വിഷമങ്ങളെല്ലാം മറന്നു അവർ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആഷി ഉസ്താദിൻ്റെയും പ്രിയപ്പെട്ട ഹാദിയുടെയും വിവാഹത്തിന് വേണ്ടി എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവരും സന്തോഷത്തിലാണ്. നിക്കാഹിൻ്റെ തലേ ദിവസം രാത്രി അത് നമ്മുടെ ഹാദിയുടെ വീട്ടിൽ വളരെയധികം മനോഹരമായ പരിപാടികളുണ്ടായിരുന്നു. മൈലാഞ്ചി കല്യാണങ്ങളും അങ്ങനെ പലതുമായിട്ട്. അതെ, ഉപ്പാക്ക് വാശിയായിരുന്നു എല്ലാം നല്ല മംഗളമായി നടത്തണം. തൻ്റെ കുട്ടിയുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കഷ്ടതകൾ, വിഷമങ്ങൾ ഒന്നും അവൾക്ക് അറിയരുത്. അതിനു പകരം അതിനേക്കാൾ ഇരട്ടിയിലധികം വലിയ കല്യാണവും കഴിക്കണം, എല്ലാ പാവങ്ങളെയും വിളിക്കണം, എല്ലാവർക്കും ഒരേ സ്ഥാനം കൊടുക്കണം എന്നും അദ്ദേഹത്തിന് ഒരു മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിക്കാഹിൻ്റെ തലേ ദിവസം തന്നെ ഒരുപാട് ആളുകൾ അവിടെ ആ അറക്കൽ തറവാട്ടിൽ എത്തിക്കഴിഞ്ഞു. വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ എല്ലാവർക്കും. നമ്മുടെ സഫീർ അവിടെയും ഇവിടെയുമായിട്ട് എല്ലായിടത്തും എത്തുന്നുണ്ട്. കാരണം ഹാദിയ തൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കുള്ള സപ്പോർട്ട് അത് കൊടുക്കാൻ ഇവിടെയും അവിടെ അപ്പുറത്ത് തൻ്റെ പ്രിയപ്പെട്ട ആഷിക്കും വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പായുന്നുണ്ട് നമ്മുടെ സഫീർ. എന്നാൽ ആഷി അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, സഫീർ മതി, നീ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യത്തിന്. അതൊന്നുമില്ല, എനിക്കെൻ്റെ കൂടെ പിറപ്പിൻ്റെ കല്യാണമല്ലേ, അപ്പോൾ എനിക്ക് റെസ്റ്റ് ഉണ്ടാവുമോ? ഞാൻ എല്ലാത്തിനും സപ്പോർട്ടായി കൂടെ ഉണ്ടാകും, ഇൻഷാ അല്ലാ. എന്ത് വേണമെങ്കിലും. അതെ, നമ്മുടെ ആഷിക്ക് വേണ്ടി ഒരുപാട് പണം ചെലവഴിച്ചത് നമ്മുടെ സഫീറായിരുന്നു. വിവാഹപ്പന്തൽ ചെറിയ രീതിയിലെല്ലാം കഴിച്ചു കൂട്ടാമെന്ന് കരുതിയപ്പോൾ നമ്മുടെ സഫീർ അനുവദിച്ചില്ല. അത് പറ്റില്ല, നമുക്ക് നല്ല രീതിയിൽ വേണ്ട രീതിയിൽ തന്നെ, അത് ക്യാഷ് എത്രയായാലും നോ പ്രോബ്ലം. എൻ്റെ പൊന്നു ആഷി, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി അതെനിക്ക് വിട്ടുതരണം. കല്യാണ ചെലവും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതെൻ്റെ സന്തോഷത്തിന് വേണ്ടി, അല്ലാതെ പിന്നെ എൻ്റെ കൂടെ പിറപ്പിന് ഞാൻ എന്ത് ചെയ്തു തരും?
എന്ത് ചെയ്തു തരാനാണ്? ഞാൻ സത്യമായിട്ടും പറയട്ടെ. ആശി, എതിർക്കരുത്. എനിക്കെൻ്റെ സ്വന്തമാണ് നീ. എൻ്റെ സ്വന്തം ചോരയേക്കാൾ, അതെ, സ്വന്തം കൂട്ടുകാരനാണ് എനിക്കെൻ്റെ എല്ലാം. സ്വന്തം ചോര എന്നെ തോൽപ്പിക്കുവാനും തകർക്കുവാനും ശ്രമിക്കുമ്പോൾ എൻ്റെ കൂടെപ്പിറപ്പായി കൂടെയുള്ളത് ആശി നീയാണ്. അതുകൊണ്ട് ഞാൻ ചെയ്തു തരുന്നത് ഒരിക്കലും ഒരു സഹായമായി അല്ല, എൻ്റെ ഒരു കടമയായിട്ട് അത് എടുക്കണം. അത് ഞാൻ എനിക്ക് എൻ്റെ ആശയ്ക്ക് അവകാശപ്പെട്ടതാണ് അതെല്ലാം എന്നുള്ള രീതിയിൽ ഒരിക്കലും ഞാനൊരു പ്രതിഫലം ആഗ്രഹിച്ചിട്ടില്ല. അതെൻ്റെ സന്തോഷമാണ്. എന്നാൽ ആശയുടെ കണ്ണുകൾ നിറഞ്ഞു. അതെ, ക്യാഷ് കുറവാണ്, ഒക്കെ ശരിയാണ്. എങ്കിലും എൻ്റെ സഫീർ ഉണ്ടായതുകൊണ്ട് ഒന്നും അറിയിക്കുന്നില്ല. അവൻ എല്ലാവർക്കുമുള്ള ഭക്ഷണവും കാര്യങ്ങളും അതെല്ലാം വളരെയധികം ഗംഭീരമായിട്ട് തന്നെ കാറ്ററിങ്ങിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും സന്തോഷത്തോടു കൂടി വരുവാനും ഭക്ഷണം കഴിക്കുവാനുമുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഒരുക്കി. ശരിക്കും സത്യം പറഞ്ഞാൽ നമ്മുടെ ആഷി ഉസ്താദിൻ്റെ വീട്ടിൽ സൗകര്യക്കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ഓഡിറ്റോറിയത്തിലേക്ക് അത് മാറ്റുകയും ചെയ്തു. എല്ലാവരെയും അങ്ങോട്ടേക്കാണ് ക്ഷണിച്ചത്. സത്യം പറഞ്ഞാൽ ആഷി ഉസ്താദ് പറഞ്ഞിരുന്നു, എൻ്റെ പൊന്നും സഫീർ, അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. എടാ, ഒന്നും ഉണ്ടായിട്ടല്ല, ആളുകൾ വരട്ടെ, സന്തോഷിക്കട്ടെ, എല്ലാവർക്കും വേണ്ടിയിട്ട് സദ്യയും ഭക്ഷണമൊക്കെ നമുക്ക് കൊടുക്കാം, അതുകൊണ്ട് സൗകര്യം നോക്കിയെടുത്തതാണ്. എന്നാൽ ഒരിക്കൽ പോലും അത് അവരുടെ വീട്ടുകാരെ വിചാരിച്ചില്ല. മോനെ, എടാ, ഉമ്മ വിളിച്ചു. അല്ല, അത്രയും വലിയ ഓഡിറ്റോറിയമൊക്കെ ബുക്ക് ചെയ്തിട്ട് അതിനുള്ള പൈസ കൊടുക്കാനുണ്ടോ മോനെ? ചുരുങ്ങിയത് 2 ലക്ഷമാണ് അതിൻ്റെയൊക്കെ ക്യാഷ് വരുന്നത്. അത് ഒരു പാർട്ട് എടുത്താൽ ഇതെന്താ മോനെ? എൻ്റെ കുട്ടീൻ്റെ അടുത്ത് അതിന് ക്യാഷ് ഉണ്ടോ? പഠിക്കാൻ പോയതല്ലേ ഈജിപ്തിലേക്ക്, പിന്നെ ഉപ്പാൻ്റെ അടുത്തും ഇല്ല. എന്താ മോനെ ചെയ്യുക? നിങ്ങളെ മദ്രസയിലൊക്കെ പഠിപ്പിച്ച് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് അതെങ്ങനെ? ഉമ്മ ഒന്നും അറിയണ്ട. എന്നാൽ അത് ഉപ്പയും പറഞ്ഞു, മോനെ ആഷി, നീ എന്ത് കരുതിയിട്ടാ മോനെ 2 ലക്ഷത്തിൻ്റെ ഓഡിറ്റോറിയം ഒരു ദിവസത്തിന് വേണ്ടി എടുത്തത്? ഉപ്പാൻ്റെ കുട്ടീൻ്റെ അടുത്തുള്ള പൈസ ഇല്ലല്ലോ. മോൻ എന്ത് കണ്ടിട്ടാ കടമെടുത്തതാണോടാ? ഉപ്പ, അതൊന്നും ഉപ്പ അറിയണ്ട ഉപ്പ. എന്നാൽ സഫീർ പെട്ടെന്ന് അങ്ങോട്ട് വന്നു. നമുക്കെന്നാൽ അങ്ങോട്ട് അല്ല മോനെ. എന്നാൽ ആഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നേരെ സഫീറിനെ ചൂണ്ടിക്കാട്ടി, ഉപ്പ, അള്ളാഹു നമുക്ക് ഓരോരുത്തരുടെ ഇറക്കുമെന്ന് പറഞ്ഞില്ലേ? നമ്മുടെ വിവാഹം പാവങ്ങളാന്ന് വിചാരിച്ചിട്ട് കുറഞ്ഞ രീതിയിലാക്കണം എന്നൊക്കെ തന്നെ ഞാൻ വിചാരിച്ചത്. പക്ഷേ സമ്മതിച്ചില്ല. ആര്? അതാ ആ വ്യക്തി. ശരിക്കും അതാ നമ്മുടെ സഫീറിനെ ചൂണ്ടിക്കൊണ്ട് ഉമ്മയും ഉപ്പയും ശരിക്കും അത്ഭുതപ്പെട്ടു അത് കണ്ടപ്പോൾ. മോനെ, സത്യമായിട്ടും? എന്നാൽ എന്താ പ്രശ്നം? ഉപ്പ, ഉമ്മ, നമുക്ക് അങ്ങോട്ട് പോകാം അല്ലേ? നാളെ പുലർച്ചെ പോയാൽ മതി. എങ്ങനെയാണ്, ഇന്ന് തന്നെ പോകണോ? ഞാൻ 2 ദിവസത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും സഫീറിൻ്റെ ആ ഒരു വാക്കുകൾ, അതിൽ അവർ കരഞ്ഞു പോയി. മോനെ, എന്തിനാണ് ഇത്രയൊക്കെ? എൻ്റെ ഉമ്മ ഉപ്പ, എന്താ സംഭവം? ഹേയ്, എന്താ? എന്നാൽ ആഷിയോട് കണ്ണിറുക്കി കാണിച്ചു. എടാ, പറയരുത്, ഞാനാണ് എടുത്തു തന്നത്, നീ ഒരിക്കലും പറയരുത്. നീ നിൻ്റെ കഴിവ് കൊണ്ട് എടുത്തതെന്ന് തന്നെ പറഞ്ഞാൽ മതി, ഒരിക്കലും എന്നെ പറയണ്ട. കാരണം നീ നല്ല രീതിയിൽ അന്തസ്സോടു കൂടി വിവാഹം കഴിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരിക്കും ആഷി ഉസ്താദ് തനിക്ക് പ്രിയപ്പെട്ടൊരു പൊന്നനിയനെ കിട്ടിയ പോലെയാണ് തോന്നിയത്. അതെ, ഒരുപാട് സങ്കടത്തിലും വിഷമത്തിലും അവർ ഒന്നായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ നല്ല സന്തോഷത്തോടു കൂടെ സഫീറിനെ ആഷി കെട്ടിപ്പിടിച്ചു. ആഷി, നല്ല രീതിയിൽ റാഹത്തായിട്ട് വിവാഹത്തിൽ ഇരിക്കണം, നിക്കാഹിന് വേണ്ടിയിട്ടോ, ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. എന്നാൽ ആ നിമിഷം തന്നെ ആഷി ഉസ്താദ് പറഞ്ഞു, സഫീർ, നീയും എൻ്റെ കൂടെ വേണം. എന്ത്? അതെ, നീയും എൻ്റെ കൂടെ സദസ്സിലിരിക്കണം. അതെന്താ? അതെ, അതെനിക്ക് നിർബന്ധമാണ്. എന്താ ആഷി എന്തേ പറയുന്നത്? നാളെ നിക്കാഹിൻ്റെ ദിവസമാണ്. ഞാൻ ആ കൂട്ടത്തിലിരിക്കണമെന്നാണോ പറയുന്നത്? അത് ഞാൻ അപ്പുറത്ത് താഴെ സ്റ്റേജിൻ്റെ താഴെ ഇരുന്നോളാം. എന്താ പൊന്നുമോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ, എനിക്കെൻ്റെ നിർബന്ധമാണ്. ഞാൻ പറഞ്ഞത് എനിക്കുള്ള കാര്യങ്ങളെല്ലാം നീ ചെയ്തു തന്നു. അതിന് പകരമായിട്ട് നീ എനിക്ക് ഒരു കാര്യം ചെയ്യണം, ചെയ്തേ തീരൂ. അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ നിൻ്റെ കൂട്ടുകാരനായിരിക്കില്ല. ശരിക്കും ആഷി ഉസ്താദിൻ്റെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ സഫീർ ശരിക്കും ഞെട്ടി. അത് കാര്യപ്പെട്ട ആളുകളൊക്കെ ഇരിക്കുന്ന സ്റ്റേജകമായിരിക്കും അവിടം. പ്രത്യേകിച്ച് നമ്മുടെ ഹാദിയുടെ പിതാവൊക്കെ ഇരിക്കുന്ന സ്ഥലം.
ഞാൻ ആ സ്ഥലത്ത് ഒരു ശല്യമായിട്ട് അത് പറഞ്ഞാൽ പറ്റില്ല. എൻ്റെ പ്രിയപ്പെട്ട സഫീർ എൻ്റെ കൂടെ ഉണ്ടാകണം, അതെനിക്ക് നിർബന്ധമാണ്. ആ വിവാഹ ദിവസം തലേ ദിവസം രാത്രി അതാ നമ്മുടെ ആഷി പറഞ്ഞ വാക്ക് കേട്ട് സഫീർ ശരിക്കും ഞെട്ടി. അത് നടക്കില്ല, അത് നടക്കില്ല എന്നല്ല, അതെൻ്റെ നിർബന്ധമാണ്. എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ കൂടെ ഇരിക്കണം എൻ്റെ സഫീർ. അതെ, എല്ലാത്തിലും എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ നിക്കാഹിന് വേണ്ടി മാത്രം എന്താ എൻ്റെ കൂടെ ഇരുന്നൂടെ? എന്നാൽ അദ്ദേഹത്തിന് വല്ലാത്ത ഒരു വാശിയുണ്ടായിരുന്നു അതിൽ. സഫീർ ഒരു നിമിഷം ആലോചിച്ചു, മോനെ ആഷി, നീ എന്തേ പറയുന്നത്? അത്രയധികം ആളുകൾ നോക്കുന്ന സമയത്ത് ഉറ്റുനോക്കുന്ന ആ ഒരു സദസ്സിലേക്ക് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഇല്ല, ആരും പറയില്ല. കൂടെ വേണ്ടപ്പെട്ടവർ കൂടെ വേണം. എൻ്റെ അളിയൻ ഹബീബ് ഉസ്താദ്, കൂടെ നീയെ, അതൊക്കെ എൻ്റെ നിർബന്ധമാണ്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വേണം. എന്നാൽ മനമെല്ലാം മനസ്സോടു കൂടി അത് സഫീർ സമ്മതിച്ചു. അങ്ങനെയതാ അന്ന് രാത്രി ഒരുപാട് ടൈം കഴിഞ്ഞപ്പോൾ നമ്മുടെ സഫീർ വീട്ടിലേക്ക് പോയി. എന്നാൽ ഉമ്മ നാട്ടപ്പാതിരൊക്കെ ഇങ്ങോട്ട് കയറി വരും. എവിടെ പോയി വരാണാവോ? എന്തൊക്കെ തന്നെയായാലും വല്ലാത്തൊരു കഷ്ടം തന്നെയുണ്ട് ഇതൊക്കെ എന്ന് പിറുപിറുക്കുന്നുമുണ്ട്. എന്നാൽ സഫീർ ശബ്ദമുണ്ടാക്കാതെ അകത്ത് കയറി. എന്നാൽ ആ രാത്രി സഫീറിന് ഉറക്കമുണ്ടായിരുന്നില്ല. പഠിച്ചോനെ, നാളെയാണ് എൻ്റെ പ്രിയപ്പെട്ട ആഷിയുടെ നിക്കാഹ്, അല്ലാ ഹൈറാക്കണേ അല്ലാ. എന്നാൽ ഈ സമയം രാത്രി ഉപ്പ അതാ നമ്മുടെ റിസ്വാന വക്കീലിനോട് പറയുകയാണ്, പൊന്നു മോളെ. എന്തു ഉപ്പ? നാളെ നമ്മുടെ ആഷി ഉസ്താദിനെ നിക്കാഹല്ലേ? അതെ, എൻ്റെ പൊന്നു മോൾക്കും ആ ഒരു പന്തലിൽ വെച്ചൊരു നിക്കാഹ് നടത്തിയാൽ എന്താ? ഉപ്പ എന്തേ പറയുന്നത്? അതെ മോളെ, ഉപ്പ അത് മോളെ, അതെ, ഉപ്പാക്ക് ഒരാൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ആളെ ഉപ്പ അങ്ങോട്ട് നിക്കാഹ് കഴിച്ചെന്നാലോ? ഉപ്പ അത് വേണ്ടുപ്പ, ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നില്ല കല്യാണമൊന്നും. പൊന്നു മോളെ, വലിയ ബിസിനസ്സുകാരൊക്കെ തന്നെയാണ് എൻ്റെ പൊന്നാരുപ്പ. പൈസക്കാരും പണക്കാരൊന്നും വേണ്ട, എനിക്ക് മടുത്തതാണ്, അതൊന്നും വേണ്ട. എന്നാൽ പാവപ്പെട്ടതാണെങ്കിലും എനിക്ക് ഒന്നും വേണ്ടപ്പ. ഉപ്പ ഒന്നും ഇപ്പം ചിന്തിക്കണ്ട. നമ്മുടെ ആഷി ഉസ്താദിൻ്റെയും ഹാദിയുടെയും കല്യാണം കഴിയട്ടെ, എന്നിട്ട് ബാക്കിയൊക്കെ ചിന്തിക്കാം. മോളെ, ഞാൻ മോളോട് പറഞ്ഞിരുന്നല്ലോ എൻ്റെ പൊന്നുമോള് ആ ഡ്രസ്സ് ധരിക്കണമെന്നുള്ളത് വിവാഹത്തിൻ്റെ അന്ന്. ഉപ്പ, ഞാനതിട്ട് കഴിഞ്ഞാൽ എല്ലാവരും എന്നെ മണവാട്ടിയെന്ന് തെറ്റിദ്ധരിക്കൂലേ? ഇല്ല, ഹാദിയുടെ കൂടെ നീയും നിൽക്കണം, അവളുടെ ഒരു കൂടെ പിറപ്പായിട്ട്. അതാണ് ഉപ്പയുടെ ആഗ്രഹം. ശരിക്കും ഉപ്പയുടെ ആഗ്രഹത്തിന് എതിര് പ്രവർത്തിക്കാൻ അവൾക്ക് തയ്യാറല്ലായിരുന്നു. കാരണം മനുഷ്യന്മാരുടെ കാര്യമാണ്, ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ്. ഒരിക്കൽ പോലും നമുക്ക് അഹങ്കരിക്കാൻ പറ്റൂല. കാരണം എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ പറഞ്ഞ വാക്ക് ഞാനെങ്ങനെ തെറ്റിക്കും എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു അവൾക്ക്. മോൾക്ക് ഉപ്പ പറഞ്ഞത് ബുദ്ധിമുട്ടായോ? എന്നാൽ പിതാവിൻ്റെ ആ ഒരു വാക്ക് അവൾക്ക് നിരസിക്കാൻ കഴിഞ്ഞില്ല. ഉപ്പാക്ക് വേണ്ടി എന്തിനും ഈ മകൾ തയ്യാറാണ് മോളെ, അത് മതി. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ആ മനോഹരമായ വസ്ത്രം ധരിക്കണം കേട്ടോ, കല്യാണമല്ലേ. എന്തൊക്കെ തന്നെയായാലും നിൻ്റെ ഉസ്താദിൻ്റെ കൂടെ കല്യാണമല്ലേ, നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആവാലോ. തൻ്റെ പിതാവിൻ്റെ വാക്കുകൾ അനുസരിക്കാം എന്ന് അവൾ കരുതുന്നു. അവൾ അതിനു വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ അന്ന് തഹജ്ജുദിൻ്റെ സമയം നമ്മുടെ പ്രിയപ്പെട്ട സഫീർ പടച്ച റബ്ബിനോട് ഹൃദയം പൊട്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, എൻ്റെ ഇത്താത്തയായ ഹാദിയക്ക്, അതായത് തൻ്റെ ജ്യേഷ്ഠനിൽ നിന്ന് നേരിടേണ്ടി വന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, അതിനൊക്കെ പകരമായിട്ട് നല്ലൊരു ജീവിതം അവൾക്ക് നീ കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞ് സഫീർ ഹൃദയം പൊട്ടി ദുആ ചെയ്യുന്നു. എന്നാൽ ഈ സമയം തലേ ദിവസം രാത്രി അതാ ജസീറിനോട് ആരോ പറഞ്ഞു, എടാ നിൻ്റെ പെണ്ണുണ്ടല്ലോ ആദ്യത്തെ, അവളുടെ നിക്കാഹാണ് അറിഞ്ഞില്ലേ? അറിഞ്ഞു. ആ കാലില്ലാത്തവളല്ലേ, എത്ര ദിവസം പോകുമെന്ന് എനിക്കൊന്ന് അറിയാം എന്ന് പറഞ്ഞ് അവൻ ആ രാത്രി ഒരുപാട് കള്ള് കുടിച്ച് കൂത്താടിയായിരുന്നു വീട്ടിലേക്ക് കടന്നു വന്നത്. എന്നാൽ നമ്മുടെ സഫീർ തഹജ്ജുദ് നമസ്കാരവും ഖുർആൻ പാരായണവും എല്ലാം കഴിഞ്ഞ് പള്ളിയിലേക്ക് പോയി. നേരെ അതാ നമ്മുടെ ആഷി ഉസ്താദിൻ്റെ വീട്ടിലേക്ക്. പഠിച്ചവനെ, ആഷി ഉസ്താദ് നിക്കാഹിന് വേണ്ടി അണിഞ്ഞൊരുങ്ങുവാൻ വേണ്ടി നിൽക്കുകയാണ്. പെട്ടെന്ന് അതാ നമ്മുടെ ആഷി ഉസ്താദ് സഫീറിനെ കണ്ടപ്പോൾ, സഫീർ, ഇതാ ഈ ഡ്രസ്സ് നിനക്ക് നമ്മുടെ റിസ്വാന വക്കീൽ തന്നതാണ്. നിക്കാഹ് ദിവസം, എൻ്റെ നിക്കാഹ് ദിവസം നീ ഇത് ധരിക്കാൻ പറ്റുമെങ്കിൽ ധരിക്കണം എന്നതായിരുന്നു അവൾ ആഗ്രഹിച്ചത്. ആഷി, ഞാനൊരു പുതിയാപ്പിളയാവില്ലേ ആ നിമിഷം? എല്ലാവർക്കും മാറില്ലേ? അതിനെന്താ, അത് നിർബന്ധമാണ്. ശരിക്കും എന്നോട് പറഞ്ഞതാണ്. എന്നാൽ റിസ്വാന വക്കീൽ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അതിനപ്പുറം ഒന്നുമില്ലായിരുന്നു നമ്മുടെ സഫീറിനെ.
തീർച്ചയായും ഞാനത് ധരിക്കാം. അതെ, അവളുടെ കൈകൾ കൊണ്ട് അവൾ എനിക്ക് വേണ്ടി വാങ്ങിയതല്ലേ, അത് ഞാൻ ധരിച്ചിരിക്കും. അങ്ങനെ അതാ ആഷി ഉസ്താദ് മണവാളൻ ചമഞ്ഞു. എന്നാൽ കൂടെ നമ്മുടെ സഫീറും ആ ഡ്രസ്സിട്ടപ്പോൾ രണ്ടുപേരും കൂടുതൽ മനോഹരമായിട്ട് തോന്നി. ശരിക്കും ഏതാണ് പുതിയാപ്ല എന്നുവരെ സംശയിച്ചു പോയി എല്ലാവരും. ആഷിയുടെ നിർബന്ധമായിരുന്നു. അവർ ജീവിതത്തിലും എല്ലായ്പ്പോഴും ഒപ്പമാണ്. ഇപ്പോഴിതാ അവൻ മണവാളൻ ചമയുമ്പോഴും അവനും ചമഞ്ഞിരിക്കുന്നു. മാഷാ അല്ലാ, അവർ രണ്ടുപേരുടെയും ആ സ്നേഹം കണ്ടിട്ട് എല്ലാവർക്കും വല്ലാത്തൊരു സന്തോഷം തോന്നി. അങ്ങനെ അതാ നിക്കാഹിന് വേണ്ടി അവർ പുറപ്പെടുന്നു. നമ്മുടെ സഫീറിൻ്റെ വിലപിടിപ്പുള്ള കാറിലായിരുന്നു നിക്കാഹിന് വേണ്ടി അവർ പുറപ്പെട്ടത്. സഫീർ തന്നെ ഡ്രൈവ് ചെയ്ത് നമ്മുടെ ആഷി ഉസ്താദിനെ അതാ നമ്മുടെ ഹാദിയുടെ അടുത്തേക്ക് അതാ ആ വലിയ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെയെല്ലാം ആളുകൾ നിബിഡമായിരുന്നു. ശരിക്കും നമ്മുടെ ഹാദിയുടെ പിതാവും അവരുമെല്ലാം ഇപ്പോഴിങ്ങെത്തും. മണവാട്ടിയും കൂട്ടരും മണവാളനും കൂട്ടരും നേരത്തെ അതാ ഓഡിറ്റോറിയത്തിൽ എത്തി. അങ്ങനെ നിക്കാഹിനുള്ള തുടക്കങ്ങളെല്ലാം അതാ ഒരുങ്ങുകയാണ്. ഈ സമയം അതാ ആയപ്പോഴേക്കും നമ്മുടെ റിസ്വാന വക്കീലും ഉപ്പയും ഉമ്മയും അവരും എത്തി ഓഡിറ്റോറിയത്തിലേക്ക്. ശരിക്കും പുതിയ മണവാട്ടിയുടെ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് അവൾ ഇറങ്ങുന്നത് കണ്ടപ്പോൾ എല്ലാവരും അവരെ നോക്കി. എടി, അപ്പം 2 മണവാട്ടിയോ? എന്നാൽ വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഹാദിയെയും ആ ഒരു വേദിയിലേക്ക് കൊണ്ടുവന്നു. ശരിക്കും എല്ലാവരും വളരെയധികം സങ്കടത്തോടു കൂടി അവിടേക്ക് നോക്കി. അങ്ങനെ അതാ ആ ഒരു നിക്കാഹിൻ്റെ സ്റ്റേജിൽ എല്ലാവരും അണിനിരന്നു. നമ്മുടെ ആഷി ഉസ്താദിൻ്റെ നിക്കാഹ് നടക്കുവാൻ വേണ്ടി തയ്യാറായി ഇരിക്കുകയാണ്. അപ്പോഴേക്കും കാളി വന്നു നിക്കാഹിന് വേണ്ടി ഇരുന്നു. നമ്മുടെ ഹാദിയുടെ പിതാവും എല്ലാവരും ഇരുന്നു. കൂടെ നമ്മുടെ റിസ്വാന വക്കീലിൻ്റെ പിതാവും ആ സദസ്സിൽ ഇരുന്നു. നമ്മുടെ ആഷി ഉസ്താദിൻ്റെ നിക്കാഹ് നടക്കുവാൻ നിൽക്കുകയാണ്. എന്നാൽ അതിനു മുമ്പായിട്ട് ഉപ്പ നമ്മുടെ റിസ്വാന വക്കീലിനോടൊരു കാര്യം പറഞ്ഞിരുന്നു. മോളെ, ഈ വേദിയിൽ വെച്ച് നമുക്ക് നിൻ്റേത് കൂടി അങ്ങ് നടത്തിയാലോ? ഉപ്പ, ഞാൻ പറഞ്ഞില്ലേ അതൊന്നും വേണ്ട എന്ന്. എന്നാൽ അവൾ അത് പറഞ്ഞതോടുകൂടി ഉപ്പ പിന്നെ ആ കാര്യത്തെക്കുറിച്ചൊന്നും അവളോട് പറഞ്ഞില്ല. അങ്ങനെ നമ്മുടെ ഹാദിയുടെയും നമ്മുടെ ആഷി ഉസ്താദിൻ്റെയും നിക്കാഹ് കർമ്മം അതാ ആ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനെല്ലാം ആമീൻ പറഞ്ഞുകൊണ്ടും അതെല്ലാം കണ്ണിറിയെ കണ്ടുകൊണ്ടും നമ്മുടെ സഫീറും നമ്മുടെ റിസ്വാന വക്കീലും ശരിക്കും ആകാംക്ഷയോടെ അത് കണ്ണീരോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.